ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂ യൂട്യൂബേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മൾ യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അതല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ന്യൂ യൂട്യൂബേഴ്സിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ID വെരിഫിക്കേഷൻ, അഡ്രസ് വെരിഫിക്കേഷൻ, ടാക്സ് ഇൻഫർമേഷൻ, മോണിറ്റൈസേഷൻ, ബാക്കി ഇതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കും. വീട്ടിലേക്കൊരു പിൻ ലെറ്റർ വരും, നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യം. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ന്യൂ യൂട്യൂബേഴ്സിന് അറിയില്ലായിരിക്കും. പക്ഷെ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നത് കുറേയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒരു ചാനൽ ഒരു ക്രിയേറ്റർ തുടങ്ങിക്കഴിഞ്ഞ് അയാളുടെ അക്കൗണ്ടിലേക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ചോദിക്കാറുണ്ട്, ഒരു ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുന്നേ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് യൂട്യൂബ് നമുക്ക് ക്യാഷ് അയച്ചു തരിക എന്നുള്ളതൊക്കെ. എൻ്റെ ചാനലിൽ വീഡിയോസിൽ പരസ്യമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ആ പൈസ എപ്പോൾ കിട്ടും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂ യൂട്യൂബർ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് സ്റ്റെപ്പുകളൊക്കെ ഈസി ആയിരിക്കും. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തുന്നത് വരെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ഒരു സുഹൃത്തിന് സംഭവിച്ച കാര്യങ്ങളായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് സംഭവിച്ചതായിരിക്കില്ല മറ്റൊരാൾക്ക് സംഭവിക്കൽ. കാരണം ചിലർക്ക് 4 തവണ പിൻ നമ്പർ അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്ത കേസുകൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് പാൻ കാർഡ് അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്ത ID പ്രൂഫ് കൊടുത്താലും അത് സക്സസ് ആവാത്ത കാര്യങ്ങളുണ്ട്. ഓരോ ചാനലിലും വ്യത്യസ്തമാണ് അതിലെ പ്രോബ്ലംസുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്റ്റെപ്സുകൾ പറഞ്ഞാലും നിങ്ങൾക്ക് അതിൽ സംശയങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു വീഡിയോ എടുത്ത് ചെക്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ കേൾക്കുമ്പോൾ, ഒരു യൂട്യൂബിലേക്കൊരു ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ യൂട്യൂബിലൂടെ വരുമാനം നേടാം, അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ന്യൂ യൂട്യൂബർക്ക് ഒരു ഐഡിയ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയാം. ഒരു യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് അതിങ്ങനെ ചാനൽ വളർന്ന് മോണിറ്റൈസേഷൻ ചെയ്ത് ആദ്യത്തെ പേയ്മെൻറ്റ് എത്തുന്നു, പിന്നെ അതിങ്ങനെ വീണ്ടും റൊട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യത്തെ തവണ ചെയ്ത സ്റ്റെപ്പുകളൊന്നും പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകളൊക്കെ ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തുന്ന കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ ഓർഡറിലൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം, ഏതൊരാൾക്കും യൂട്യൂബിൽ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഒരു മൊബൈൽ ഫോണും ഒരു മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ, അതിൽ നെറ്റ് ഉണ്ടെങ്കിൽ ആർക്കും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ വീഡിയോസ് തന്നെയായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തത്, അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ അത് റീയൂസ്ഡ് കണ്ടൻറ്റ്, യൂട്യൂബ് മോണിറ്റൈസേഷൻ അപ്രൂവ് ചെയ്ത് തരില്ല. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിന് ഒരുപാട് എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ റീയൂസ്ഡ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്, ട്രോളുകളും റിയാക്ഷൻ വീഡിയോസൊക്കെ. അതൊക്കെ ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ തന്നെ ഒരു കാര്യം എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ബേസിക് സെറ്റിങ്സ് ഒക്കെ ചെയ്തു, നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നു. ആദ്യമൊന്നും വ്യൂസ് വരുന്നതല്ല, ഞാൻ വീണ്ടും നല്ല കണ്ടൻറ്റുകളൊക്കെ ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സും എല്ലാം കൂടുന്നു, വ്യൂസ് വരുന്നു. അങ്ങനെ എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബർ
തികയുന്നു. അതിന് മുന്നേ 500 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാം. ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുന്ന നമുക്ക് മോണിറ്റൈസേഷൻ ടൂളുകൾ നമുക്ക് ലഭിക്കും. ഫേസ്ബുക്ക് പോലെ ഓരോ ടൂളുകളായിട്ടാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ, അതുപോലെ അതിൽ തന്നെ നമുക്ക് 3000 വാച്ച് ടൈം ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാം. അതായത് നമുക്കതിലൂടെ റവന്യൂ നേടാം. ഇവിടെ നമ്മൾ വരുമാനം ലഭിക്കുമെന്ന് മനസ്സിലാക്കി. പക്ഷേ അത് ഏത് ടൂൾ ഉപയോഗിച്ചാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. യൂട്യൂബിൽ വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് വരുമാനം നേടും. സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ടൂളുകളുണ്ട്. മെമ്പർഷിപ്പ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാം, ഒരു മാസത്തിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള റവന്യൂകളാണ് 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ലഭിക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിയേറ്റർക്ക്, ഒരു സാധാരണ ഒരു യൂട്യൂബർക്ക്, ന്യൂ യൂട്യൂബറുടെ കേസിലാണെങ്കിൽ അവർക്ക് വരുമാനം കിട്ടുന്നത് പരസ്യത്തിലൂടെയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യങ്ങൾ കാണിക്കും. ആളുകൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ മുന്നേയും ശേഷം വീഡിയോക്കിടയിലൊക്കെ പരസ്യം കാണിക്കുന്നു. അതിൻ്റെ വരുമാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ വരുമാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും ആളുകൾ നമ്മുടെ വീഡിയോ കാണണം. ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾ നേരത്തെ 500 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അതിൽ 3000 വാച്ച് ടൈമും ആയി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാം. അത് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയാം. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ടൂൾ എന്ന് പറയുന്നത് സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, മെമ്പർഷിപ്പ്, ഇതൊക്കെയാണ്. അപ്പോൾ പരസ്യത്തിലൂടെ അപ്പോൾ നമുക്ക് വരുമാനം ലഭിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് പരസ്യത്തിലൂടെയാണ്. അതിന് നമുക്ക് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ, അതിന് നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈം വേണം. ഇത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് വേണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും സംശയമുണ്ട്, എന്താണ് ഈ വാച്ച് ടൈം, അതല്ലെങ്കിൽ വാച്ച് ടൈം എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇതിലൊരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തു, നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇങ്ങനെ എനേബിൾ ആയി കിട്ടും. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ചാനലിൻ്റെ മോണിറ്റൈസേഷനാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 500 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞു, അതിൻ്റെ കൂടെ 3000 വാച്ച് ടൈം, അതല്ലെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിൽ 3 മില്യൺ ഷോർട്സ് വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാം. അതുപോലെ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും, അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാം. പരസ്യം വരുന്നതാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെയാണ് ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സിന് സംശയമുള്ളത്, വാച്ച് ടൈമിൻ്റെ കാര്യം, അതുപോലെ ഷോർട്സ് വ്യൂസിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അതിൽ എനിക്ക് ഒരു 10,000 വ്യൂസ് വന്നു. അത് ഞാൻ ലോങ് വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ അല്ല. അപ്പോൾ ആ 10,000 വ്യൂസ് എനിക്ക് വന്നു. അപ്പോൾ 10,000 വ്യൂസിൽ എത്ര മിനിറ്റ് ആളുകൾ കണ്ടു എന്ന് നോക്കും. അപ്പോൾ 10,000, ആ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് അതിലെല്ലാവരും 4 മിനിറ്റാണ് കണ്ടത്. അപ്പോൾ 10,000 ഇൻറ്റു 4, 40,000 മിനിറ്റാണ് എനിക്കതിൽ കിട്ടിയത്. മനസ്സിലായല്ലോ, 40,000 മിനിറ്റ്. അപ്പോൾ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ അത് ആ ഒരു മിനിറ്റ് നമ്മൾ ഹവറിലേക്ക് യൂട്യൂബ് മാറ്റും. അപ്പോൾ 60 മിനിറ്റാണ് ഒരു ഹവർ എന്നുള്ളത്. അങ്ങനെ 4000 മണിക്കൂർ ആളുകൾ നമ്മുടെ ചാനൽ കാണണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര വ്യൂസ് കിട്ടിയാലും അതിൽ നിങ്ങൾക്ക് വാച്ച് ടൈം കാണാൻ കഴിയും, ഇത്ര മണിക്കൂർ ആളുകൾ കണ്ടു എന്നുള്ളത്. അങ്ങനെ 4000 മണിക്കൂർ, അതായത് നമ്മുടെ മുമ്പത്തെ 365 ദിവസത്തിനുള്ളിൽ 4000 മണിക്കൂറുകൾ ലോങ് വീഡിയോ ആളുകൾ കണ്ടിരിക്കണം. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര ടഫാണ്, ഇതൊന്നും നമുക്ക് നേടാൻ കഴിയാത്തതാണ് എന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വീഡിയോ ക്ലിക്കായാൽ തന്നെ നിങ്ങൾക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് ഒരു എത്തിപ്പിടിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. മോണിറ്റൈസേഷൻ ആയവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൽ ഷോർട്സിൻ്റെ ആ ഒരു വാച്ച് ടൈം ഇൻക്ലൂഡ് അല്ല. അപ്പോൾ നമ്മൾ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഷോർട്സിൻ്റെ വാച്ച് ടൈം കൂടി അവിടെ ആഡ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കാണുന്ന വാച്ച് ടൈം ആയിരിക്കില്ല ഏൺ എന്നുള്ള ഭാഗത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ, നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ സമയമായോ എന്ന് നോക്കേണ്ടത് ഈ ഒരു ഏൺ എന്നുള്ള ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി 4000-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മുകളിൽ കാണുന്ന 3000-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഷോർട്സ് വ്യൂസ് എന്ന് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഷോർട്സിൻ്റെ വ്യൂസ് എടുക്കില്ല, ഇതിലേക്ക് എടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒരാൾ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച് ടൈം എടുക്കും. പക്ഷേ ഷോർട്സ് നമ്മളെ ഷോർട്സ് ഫീഡിലൂടെ വൈറലാകുമല്ലോ, മില്യൺസ് ഒക്കെ വ്യൂസ് വരും. പക്ഷെ അത് ഷോർട്സ് ഫീഡ്, ആ ഒരു ഷോർട്സ് ഷെൽഫിലൂടെ ആയിരിക്കും വൈറലായിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ വാച്ച് ടൈം ഇതിലേക്ക് എടുക്കുന്നതല്ല, അത് ഷോർട്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ മനസ്സിലായി. ഇനി എപ്പോഴാണോ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നത്, ഈ ഒരു 500 സബ്സ്ക്രൈബർ, 3000 വാച്ച് ടൈം, അതല്ലെങ്കിൽ ഈ ഒരു 3 മില്യൺ ഷോർട്സ് വ്യൂസ്, അതിൻ്റെ താഴെ കാണുന്ന 4000 വാച്ച് ടൈമും അതുപോലെ 1000 സബ്സ്ക്രൈബറും, അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസും നമ്മൾ എപ്പോഴാണോ കംപ്ലീറ്റ് ആകുന്നത് അപ്പോഴൊക്കെ നമുക്ക് അവിടെ അപ്ലൈ നൗ എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3 സ്റ്റെപ്പാണ് മെയിനായിട്ട് വരുന്നത്. ആദ്യത്തേത് യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മളോട് വായിച്ചു നോക്കി അക്സെപ്റ്റ് ചെയ്യാൻ. രണ്ടാമതൊരു ആഡ്സൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് ആഡ്സൻസ് അക്കൗണ്ട് എന്നുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം നൽകുന്നത് ആഡ്സൻസ് ആണ്. അപ്പോൾ ആഡ്സൻസ് ത്രൂ ആണ് നമുക്ക് യൂട്യൂബ് പൈസ തരുന്നത്. യൂട്യൂബ് ചാനൽ ഡയറക്റ്റ് നമുക്ക് ക്യാഷ് അയച്ചു തരുന്നില്ല. നമ്മുടെ റവന്യൂ, വരുമാനമൊക്കെ യൂട്യൂബ് എന്ത് ചെയ്യും, ഓരോ മാസം 10-ാം തീയതി ആഡ്സൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അവിടെ ആഡ്സൻസിൽ എപ്പോഴാണോ $100 ആകുന്നത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരിക. അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ ഒരു ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് പ്രോഗ്രസിങ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ 3-ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ചാനൽ ചെക്കിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീയൂസ്ഡ് കണ്ടന്റ് ഒന്നും നമ്മൾ വേറെ ആളുകളുടെ കണ്ടന്റ് ചെയ്തിട്ടില്ല, അതുപോലെ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്കുള്ളിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ അവർ ചെക്ക് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്. അങ്ങനെ അവർ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്രൂവ് ചെയ്ത് തരും. അതല്ലെങ്കിൽ നമ്മുടെ ചാനൽ റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യാം. 1 മാസം കഴിഞ്ഞാൽ അതിനും റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അവിടെ തന്നെ കാണിക്കും. അപ്പോൾ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ പോളിസിക്കുള്ളിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനായി കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ആളുകളുടെയും കേസ് വ്യത്യസ്തമാണ്. ഇതിനിടയിലൊക്കെ പല പ്രോബ്ലംസ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് മോണിറ്റൈസേഷനായി കിട്ടി. അപ്പോൾ നമുക്ക് ചാനൽ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അത് സക്സസ്. മോണിറ്റൈസേഷൻ 3rd സ്റ്റെപ്പ് നമുക്ക് മെയിൽ വരും. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും നമ്മൾ ആഡ്സ് ഒക്കെ ഓൺ ചെയ്ത് കൊടുക്കും. സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, എല്ലാ ഓപ്ഷൻസും നമുക്ക്, മെമ്പർഷിപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇവിടെ ഇങ്ങനെ റവന്യൂ വന്നു തുടങ്ങും. അങ്ങനെ ഓരോ മാസം റവന്യൂ $100 ആയാൽ ആ മാസം തന്നെ, അതായത് പിറ്റത്തെ മാസം നമുക്ക് റവന്യൂ കിട്ടും. അതല്ലെങ്കിൽ എപ്പോഴാണ്, ഇപ്പോൾ നമുക്കൊരു മാസം, ഈ മാസം നമുക്ക് $50 വന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ആ ഒരു വരുമാനം ആ മാസം ലഭിക്കുന്നതല്ല, പിറ്റത്തെ മാസം ലഭിക്കുന്നതല്ല. അതിന് തൊട്ടടുത്ത മാസം വീണ്ടും ഒരു 50 വന്നു കഴിഞ്ഞാൽ $100 ആയി. അപ്പോഴേ നമുക്കത് വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിൽ ഓരോ മാസത്തെയും ഡോളർ യൂട്യൂബ് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ എപ്പോഴാണോ അത് $100 ആകുന്നത് അപ്പോഴേ നമ്മുടെ അക്കൗണ്ടിലേക്ക് യൂട്യൂബ് ഇട്ട് തരുള്ളൂ. പക്ഷെ അതിനു മുന്നേ നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ മോണിറ്റൈസേഷനായി ഡോളറൊക്കെ വന്നു തുടങ്ങി, നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പോൾ $100 ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് എത്തും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ യൂട്യൂബേഴ്സൊക്കെ ഭയങ്കരമായിട്ട് സംശയിക്കുന്ന ഒരു കാര്യം, ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. ബാക്കി സ്റ്റെപ്പിനെ കുറിച്ചൊന്നും ഒരു പക്ഷെ അവരത്ര ബോധഡായിരിക്കില്ല. പക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരണം എന്നുണ്ടെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ, അത് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അത് കൊടുക്കുന്നതിന് മുന്നേ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ, ആഡ്സൻസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ ഒരു എനേബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ US ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ഒരു 24
24% ടോട്ടൽ റവന്യൂവിൻ്റെ 24% യൂട്യൂബ് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പാൻ കാർഡ് വെച്ച് അത് അപ്രൂവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പാൻ കാർഡ് അല്ലെങ്കിൽ മറ്റ് ID പ്രൂഫൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം. രണ്ടാമതെന്ന് പറയുന്നത് നമുക്കൊരു ID വെരിഫിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ ആഡ്സെൻസിൽ വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഏതാളുടെ പേരിലാണോ നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ID വെച്ചിട്ട് ID വെരിഫിക്കേഷൻ നമുക്ക് സക്സസ് ആക്കി എടുക്കേണ്ടതുണ്ട്. ഈ സ്റ്റെപ്പും ഒരു ക്രിയേറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ID വെരിഫിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ അത് ഫെയിൽ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നോട്ടുള്ള ആ ഒരു ഇതിൽ പലർക്കും പല പ്രോബ്ലം വരാം. പക്ഷെ നമ്മളിതൊരു പോസിറ്റീവായിട്ട് എടുക്കുക. നമുക്ക് സക്സസ് ആയി. അങ്ങനെയെങ്കിൽ നമ്മുടെ നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് അവരൊരു പിൻ ലെറ്റർ അയക്കും. ഒരു 6 അക്ക കോഡ് നമ്പർ വരും. അത് നമ്മൾ ആഡ്സെൻസിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് കോഡ് ആഡ് ചെയ്യേണ്ടി വരും. IFSC കോഡ് പോലെ ഒരു സ്വിഫ്റ്റ് കോഡൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ ബാങ്കിൽ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ $100 ആകുന്നത്, അപ്പോൾ നമ്മുടെ ഈ ഒരു മാസം ജനുവരി ഒരു ചാനൽ നമ്മൾ തുടങ്ങി. ജനുവരിയിൽ നമുക്ക് $30 കിട്ടി. ഫെബ്രുവരിയിൽ നമുക്ക് $60 കിട്ടി. അപ്പോൾ ഒരിക്കലും മാർച്ചിൽ നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടുന്നതല്ല. കാരണം 60, 30, $90 ആയിട്ടുള്ളൂ. അപ്പോൾ മാർച്ചിൽ ഒരു $10 കൂടി നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ $100 ആയി. അപ്പോൾ അത് ഏപ്രിലിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആഡ്സെൻസ് അക്കൗണ്ടിൽ $100 ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷെ $100 ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ $100 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓരോ മാസവും 10-ാം തീയതിയാണ് ഇത് നമ്മുടെ ആ ഒരു കഴിഞ്ഞ മാസത്തെ റവന്യൂ യൂട്യൂബ് ആഡ്സെൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ നമ്മൾ $100 ആയി കഴിഞ്ഞാൽ ആ മാസം 21-ാം തീയതിയാണ് യൂട്യൂബ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ഡോളർ അയച്ചു തരുന്നത്. അത് ഒരു ക്രിയേറ്റർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആഗ്രഹിച്ചിട്ടുള്ളൊരു നിമിഷം, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നിമിഷമാണ്. കാരണം നമ്മുടെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് യൂട്യൂബിൻ്റെ ആ ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും അത് അനുഭവിച്ചറിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ്, അത് ആ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു മാസം 21-ാം തീയതിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ 21-ാം തീയതി അവർ അയച്ചു തരും. ഒരു സാധാരണ ഒരു 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ടാണ് കൊടുത്തതെങ്കിൽ കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു 21-ാം തീയതി യൂട്യൂബ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തിച്ചു തരുന്നു. ഇനി നമുക്കിതിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പിറ്റേ ദിവസം യൂട്യൂബ് ആ ഒരു ഫണ്ട് നമുക്ക് അയച്ചു തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ആ ഒരു ഫണ്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കവിടെ കാണാം യുവർ പേയ്മെൻറ്റ്സ് ആർ കറൻ്റ്ലി ഹോൾഡ് എന്ന് പറഞ്ഞിട്ട്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശ തോന്നുന്ന ഒരു നിമിഷമാണ്. ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നമുക്ക് ആ 21-ാം തീയതി കഴിഞ്ഞാലും ആ ഒരു ക്യാഷ് അതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചെറുതോ വലുതോ ആണെങ്കിലും യൂട്യൂബ് അത് ഹോൾഡ് ചെയ്ത് വെച്ച് അത് എപ്പോഴാണോ നമ്മൾ സക്സസ് ആക്കി എടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് അയച്ചു തരുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് അവിടെ ബാധകമല്ല. ഇപ്പോൾ 21-ാം തീയതി ആയിട്ടും നമ്മൾ ഇതൊന്നും സക്സസ് ആക്കി $100 ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബാക്കി സ്റ്റെപ്പുകളൊന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവരത് ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ പിറ്റേ മാസമായി അതിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് എപ്പോഴും പിറ്റേ മാസം നമ്മളൊരു 5-ാം തീയതി 6-ാം തീയതിയാണ് ഇത് സോൾവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ 7-ാം തീയതി യൂട്യൂബ് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ആ 21 എന്നുള്ള ഡേറ്റ് ബാധകമല്ല. നമുക്ക് നോർമലി ഒരു ചാനൽ ഒരു നോർമൽ പ്രൊസീജിയറിൽ ഇങ്ങനെ പോവുകയാണെങ്കിലാണ് 21-ാം തീയതി യൂട്യൂബ് അയച്ചു തരുന്നത്. അതിനുശേഷം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ട്, എന്തെങ്കിലും എറർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണോ സോൾവ് ചെയ്യുന്നത് അതിൻ്റെ ശേഷമായിരിക്കും യൂട്യൂബ്, അത് ഏത് ഡേറ്റിനായാലും യൂട്യൂബ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ഫണ്ട് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്രിയേറ്റർക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പണം ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് നമ്പർ ഉണ്ട്, ഇതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു
സർവീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്കിത് സോൾവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.